ഷംനാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ക്യാരറ്റും തരിയും വെച്ച് നമുക്ക് അടിപൊളി ലഡു ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടി എടുത്തതെന്ന് വെച്ചാൽ 2 ക്യാരറ്റാണ് എടുത്തത്. പിന്നെ എടുത്തതെന്ന് വെച്ചാൽ 1 കപ്പ് തരിയാണ് എടുത്തത്. 1 കപ്പ് എന്ന് വെച്ചാൽ 1 ഗ്ലാസ് തരിയാണ് ഇത്. പിന്നെ എടുത്തതെന്ന് വെച്ചാൽ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തത്. 1/2 ഗ്ലാസ് പഞ്ചസാരയാണ് അളവ്. 1/4 കപ്പ് പാൽപ്പൊടിയാണ് എടുത്തത്. പിന്നെ കുറച്ച് മുന്തിരിയും 6 ഏലക്ക പൊടിച്ചതുമാണ് എടുത്തത്. ഇനി നമുക്ക് ഈ ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കി നമുക്ക് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതുപോലെ ഒരു ചെമ്പ് വെച്ച് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് നമുക്ക് അലിയിച്ചെടുക്കാം. ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അത്രയും നല്ല ടേസ്റ്റിയായ ഒരു ലഡുവാണ്. ഇത് തിളച്ചതിന് ശേഷം നമ്മൾ മിക്സിയിൽ ക്യാരറ്റ് അരച്ച് വെച്ചത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1/4 കപ്പ് പാൽപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി നമുക്ക് ഇളക്കി കൊടുക്കണം. കട്ട പിടിക്കാത്ത രൂപത്തിൽ നന്നായി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തരി കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. തരി ഉപയോഗിച്ച് ഫുഡ് ഉണ്ടാക്കുന്നവർക്ക് അറിയാമല്ലോ, ഇത് വേഗം കട്ട പിടിക്കുന്ന ഒരു ഐറ്റമാണ്. അതുകൊണ്ട് നമ്മൾ കുറേശ്ശെ ഇട്ട് നന്നായി ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. അത്രയും നല്ല ടേസ്റ്റിയായ ഒരു ലഡുവാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ല ടേസ്റ്റിയായ ഒരു ലഡുവാണിത്. വെറുതെ പറയുന്നല്ല, ഇത് നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ 6 ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തത്. അത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു ചെമ്പ് വെച്ചതിന് ശേഷം 3 സ്പൂണ് മിൽമ നെയ്യ് ചേർത്ത് കൊടുക്കാം. ചൂടായതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മുന്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുന്തിരി കൂടുതൽ ചൂടൊന്നും ആവണ്ട, ആ നെയ്യിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി. വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയ ലഡുവിൻ്റെ ഇതിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് ബോൾസാക്കി എടുക്കാം. ഇതുപോലെ ലഡുവിൻ്റെ രൂപത്തിൽ നമുക്ക് ബോൾസാക്കിയിട്ട് എടുക്കാം. ബോൾസാക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഒരു ലഡുവിൻ്റെ ഒരു ഇത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ മുന്തിരി ഇതുപോലെ വെച്ച് കൊടുക്കാം. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയും നല്ല ടേസ്റ്റിയായ ഒരു ലഡുവാണ്.
ഇതുപോലെ നമുക്കെല്ലാം ലഡുവിൻ്റെ രൂപത്തിലാക്കിയെടുക്കാം. ഇതുപോലെ നമ്മൾ എല്ലാ ലഡുവിൻ്റെ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റിയായ ഒരു ലഡുവാണ്. നിങ്ങൾ ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലെ വെറൈറ്റി നല്ല ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളിത് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ബൈ.